ഏറ്റവും പുതിയ വിവരം അനുശ്രീ, ഈ എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ, ഏറ്റവും ആരോപണ വിധേയനായ മോഹൻലാൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നു എന്നതാണ്. മോഹൻലാൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ഖേദപ്രകടനമാണ് ഉണ്ടാകുന്നത്. തന്നെ സ്നേഹിക്കുന്നവരും തന്നെ വിശ്വസിക്കുന്നവർക്കുമൊക്കെ വലിയ വേദന ഉണ്ടാക്കിയ സംഭവങ്ങളാണ് എമ്പുരാൻ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഇതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതവിഭാഗത്തെയോ കടന്നാക്രമിക്കാത്ത രീതിയിലുള്ള ഉള്ളടക്കമാണ് തൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നത്. ഇക്കാര്യം തനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കത്തിൽ ചില കാര്യങ്ങൾ ഉൾപ്പെട്ടതിൽ ഖേദമുണ്ട്. ഇത് നീക്കം ചെയ്യാൻ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില സാമൂഹിക രാഷ്ട്രീയ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് വിശദമാക്കുന്നത്. അതായത് സിനിമയിൽ റീകട്ട് ഉണ്ടാവുന്നത് യോജിച്ച തീരുമാനമാണ് എന്നതാണ് വിശദമാക്കുന്നത്. അനുശ്രീ, ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. ഇതുവരെ ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾക്കിടയിലും പ്രതികരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ മോഹൻലാൽ തന്നെ വ്യക്തമാക്കുന്നു, ഈ വിവാദങ്ങളിൽ തനിക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളടക്കം മാറ്റുന്നു. ഉള്ളടക്കത്തിൽ പിഴവ് പറ്റിയെന്ന് അണിയറ പ്രവർത്തകരിലെ പ്രധാനിയായ മോഹൻലാൽ തന്നെ അംഗീകരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ അദ്ദേഹം ഈ തിരുത്തൽ വരുത്തുന്നു എന്നതാണ് സാഹചര്യം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാൻ ടീമിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ മോഹൻലാൽ തന്നെ എത്തി പറയുന്നു പിഴവ് പറ്റി, അതുകൊണ്ട് തിരുത്തൽ വരുത്തുന്നു എന്ന് മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അനുശ്രീ, എമ്പുരാൻ വിവാദത്തിൽ അങ്ങനെ മോഹൻലാലിന്റെ പ്രതികരണം എത്തിയിരിക്കുകയാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്, മോഹൻലാലിന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ പൃഥ്വിരാജിന്റെ അടക്കം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അത്തരം അണിയറ പ്രവർത്തകരുടെ പ്രതികരണം സ്വാഭാവികം നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇതുവരെ മറ്റാരും പ്രതികരിച്ചിട്ടില്ല. ഈ സിനിമയുടെ മുന്നോട്ട് പോക്ക് തിരുത്തൽ വരുത്തി മാത്രമേ സാധ്യമാകൂ എന്നൊരു വിലയിരുത്തലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ. ഇതിനകം തന്നെ വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളിൽ പലതും സംഘപരിവാറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അണിയറ പ്രവർത്തകർ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് വലിയ വിമർശനമായി വരുന്നത്. എന്തായാലും അണിയറ പ്രവർത്തകർ ഈ തിരുത്തലിന് തയ്യാറാവുന്നു എന്നതാണ് സാഹചര്യം. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ മോഹൻലാൽ ഏറ്റെടുത്ത് ആ വീഴ്ച തന്നെ ഏറ്റെടുക്കുന്നു എന്നതാണ്. ഒരു വീഴ്ച പറ്റി, അതിൻ്റെ പ്രമേയത്തിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ തിരുത്തൽ വരുത്താൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തിരുത്തൽ വരുത്തുന്നു എന്ന് മോഹൻലാൽ തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയാണ് വരുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി പൃഥ്വിരാജാണ്, സംവിധായകനാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നതുകൂടി പ്രസക്തമാണ്. കാരണം പൃഥ്വിരാജ് മോഹൻലാലിനെയും ഒപ്പം മുരളി ഗോപിയുമൊക്കെ വെട്ടിൽ വീഴ്ത്തുകയായിരുന്നു. അവരറിയാതെ ചില പ്രമേയങ്ങൾ അതിൽ ഉൾപ്പെടുത്തി എന്നതൊക്കെയാണ് വിമർശകർ ഉന്നയിച്ച ആക്ഷേപം. ഇക്കാര്യത്തിലൊക്കെ പൃഥ്വിരാജ് എന്ത് നിലപാടെടുക്കുമെന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. എന്തായാലും മോഹൻലാൽ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് തൻ്റെ സിനിമകൾ ഏതെങ്കിലും മതവിഭാഗത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ വിദ്വേഷമോ വേദനയോ ഉണ്ടാക്കരുതെന്ന് തനിക്ക് ഉറപ്പുണ്ട്, നിർബന്ധമുണ്ട്. അത് താൻ ഇക്കാര്യത്തിൽ പാലിക്കുന്നു. ചില പിഴവുകൾ പറ്റിയെന്ന് മോഹൻലാൽ തന്നെ അംഗീകരിക്കുന്നു. അതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന കാര്യം. ഇതാദ്യമായിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ ഇത്തരം വിശദീകരണം നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ വിമർശനം ഉന്നയിച്ച BJP RSS കേന്ദ്രങ്ങൾ ഈ മോഹൻലാലിൻ്റെ വിശദീകരണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം മോഹൻലാലിനോട് മൃദു സമീപനം സ്വീകരിച്ചാണ് അവർ മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ഈ വിശദീകരണത്തിൽ ഖേദപ്രകടനം മോഹൻലാൽ തന്നെ നടത്തി എന്ന തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ മോഹൻലാൽ ഖേദപ്രകടനം നടത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതിൻ്റെ വിമർശനം മറ്റൊരു തരത്തിലേക്ക് പോയേക്കാം. എന്താണ് മറ്റ് അണിയറ പ്രവർത്തകർക്ക് പറയാനുള്ളത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്.
മോഹൻലാലുമായി അടുത്ത കേന്ദ്രങ്ങൾ ഇന്നലെ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മേജർ രവിയുടെ പ്രതികരണമാണ്. മേജർ രവി ഫേസ്ബുക്കിലൂടെയും ന്യൂസ് 18 ഒക്കെ പ്രതികരിച്ച ഒരു കാര്യം, മോഹൻലാലിന് ഇക്കാര്യത്തിൽ അദ്ദേഹം അറിയാതെ ചില കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ്. അതായത് മോഹൻലാൽ ഇതിൻ്റെ സിനിമയുടെ ഉള്ളടക്കം പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല എന്നതാണ് അവർ പങ്കുവെച്ച കാര്യം. എന്തായാലും മോഹൻലാലിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവർ നടത്തിയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ മോഹൻലാൽ തന്നെ വിശദീകരണം നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ മോഹൻലാലും തയ്യാറായിട്ടില്ല. അതായത് അണിയറ പ്രവർത്തകർ എന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എമ്പുരാൻ ടീം പൂർണ്ണമായി തന്നെ ഇത് അഡ്മിറ്റ് ചെയ്യുന്നു എന്നതാണ് മോഹൻലാൽ തന്നെ പറയുന്നത്. അതായത് താൻ ഇതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞോ അറിയാതെ പോയോ എന്ന കാര്യത്തിലൊന്നും വിശദീകരണം നൽകാൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല. ഇനി ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് അടക്കമുള്ളവർ എന്ത് നിലപാടെടുക്കും, എന്ത് വിശദീകരണം നൽകും എന്നതും പ്രസക്തമാണ്. കാരണം ഏറ്റവും അധികം ഹൈപ്പോടെ വന്ന ഒരു സിനിമ, ഇപ്പോഴും വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സിനിമ, എന്തുകൊണ്ട് ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ തിരുത്തൽ വരുത്തണം? ഇതിൽ സംവിധായകൻ തീർച്ചയായും വിശദീകരിക്കേണ്ടി വരും. കേരളത്തിൽ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും അതിൻ്റെ ഉള്ളടക്കത്തെ പുകഴ്ത്തിയും ഒക്കെ വലിയ രാഷ്ട്രീയ പിന്തുണ നൽകുന്നുണ്ട്. അതിനിടയിലും അതിൽ തിരുത്തൽ വരുത്തുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ തന്നെ റീ എഡിറ്റിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻസറിംഗ് ജോലികൾ പൂർത്തിയായി ബുധനാഴ്ചയോടുകൂടി തിയേറ്ററിൽ വീണ്ടും പുതിയ പതിപ്പ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിനിടയിലും തിയേറ്ററുകളിൽ വൻ തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെടുന്നത് എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഈ വിവാദത്തിൽ അതിന് പുതിയൊരു തലത്തിലേക്ക് മാറ്റുന്നതാണ് മോഹൻലാലിൻ്റെ വിശദീകരണം എന്ന കാര്യത്തിൽ തർക്കമില്ല. മോഹൻലാലിൻ്റെ വിശദീകരണത്തോടുകൂടി ഈ വിമർശകരായി മാറിയ RSS BJP ഒക്കെ നേതാക്കളൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത ഉണ്ടാവും നമുക്ക് കരുതാം. മോഹൻലാൽ വിശദീകരിക്കുന്നു, സിനിമയിൽ പിഴവ് പറ്റി, അതുകൊണ്ട് തിരുത്തുന്നു എന്ന് മോഹൻലാൽ തന്നെയാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ തുടർ പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് പോവേണ്ടി വരും. അണിയറ പ്രവർത്തകരായ മറ്റുള്ളവരൊക്കെ ഏതു തരത്തിൽ പ്രതികരിക്കുന്നു എന്നത് പ്രസക്തമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സിനിമ നേരിട്ട് തിയേറ്ററിലെത്തി കണ്ട് മികച്ച പ്രതികരണം ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതുമാണ്. അതിനുശേഷമാണ് ഇത്തരമൊരു തിരുത്തൽ, ഇത്തരമൊരു പിഴവ് പറ്റിയെന്ന് അതിൻ്റെ പ്രധാന അണിയറ പ്രവർത്തകരിലൊരായ മോഹൻലാൽ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. മോഹൻലാൽ തന്നെ അതിൽ പിഴവ് പറ്റിയെന്ന് പറയുന്നിരുന്നു. ഈ വിവാദത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ മോഹൻലാലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് പൊതുവിൽ ഈ വിമർശകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മോഹൻലാലിനെ അറിയിക്കാതെ പൃഥ്വിരാജിൻ്റെ ചില ബോധപൂർവമായ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായി. മോഹൻലാലാണ് നായകനെന്ന് പറയുമ്പോഴും മോഹൻലാലിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ചില നീക്കങ്ങൾ ആ സിനിമയിൽ പ്രകടമായി. അങ്ങനെ മോഹൻലാലിനെ വെട്ടിലാക്കി എന്നതായിരുന്നു പൊതുവിലുണ്ടായ വാദങ്ങൾ. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊടുവിൽ മോഹൻലാൽ തന്നെ പിഴവ് പറ്റി എന്ന കാര്യം അംഗീകരിക്കുന്നു. അദ്ദേഹം അത് തിരുത്തൽ വരുത്താൻ തയ്യാറാകുന്നു എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. മറ്റ് അണിയറ പ്രവർത്തകരുടെ നീക്കമൊക്കെ പ്രത്യേകത ശ്രദ്ധേയമായി മാറും. എന്തായാലും ഇപ്പോഴത്തെ ഈ റീസെൻസറിങ്, റീകട്ട്, ഇതിനൊക്കെ കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നത് കൊണ്ടാണ്, സംഘപരിവാർ ശക്തികളുടെ നീക്കം കൊണ്ടാണ് എന്ന വാദം മറുഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ ആ വാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ ആ തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. ഇനിയിപ്പോൾ വീഴ്ച പറ്റിയെന്ന മോഹൻലാൽ അംഗീകരിച്ച് സിനിമയിൽ തിരുത്തൽ വരുത്തുമ്പോഴും ഇത്തരം കാര്യങ്ങൾ മോഹൻലാലിന് പറയേണ്ടി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോഹൻലാലിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന വാദം മറുഭാഗത്തു നിന്നും ഉയരാനും കൂടി സാധ്യതയുണ്ട്. എന്തായാലും വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നതാണ് സാഹചര്യം. സിനിമ വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ പ്രമേയമുണ്ടാക്കുന്ന വിവാദത്തിൽ ഒട്ടും കുറവ് വരുന്നില്ല എന്നതാണ്. എന്തായാലും റീ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ ബുധനാഴ്ചയോടുകൂടി പ്രദർശനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.